നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് മിക്കവർക്കും ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നതാണ് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നുള്ളത്. അപ്പം ഡയബറ്റീസ് ഇപ്പോൾ നമ്മുടെ 1/3 ആൾക്കാർ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 1/3 പേർക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സ് നമ്മളെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്, മരുന്നൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ എടുത്ത് ഷുഗറൊക്കെ കുറച്ചൊക്കെ മാനേജ് ചെയ്ത്. പക്ഷേ ഇതൊക്കെ ചെയ്താലും നമ്മളുടെ കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കും. 10-20 വർഷം കഴിയുമ്പോൾ കാല് പ്രശ്നമാവും, വൃക്ക പ്രോബ്ലം ആവും, കരളിന് പ്രശ്നം വരും, കണ്ണ് പ്രശ്നം വരും, അങ്ങനെ ഹാർട്ടിന് പ്രോബ്ലം വരും. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് ഓരോരോ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരും. മരുന്നുകളുടെ എണ്ണം കൂടും, ഡോസേജ് കൂടും, ശക്തിയേറിയ മരുന്നുകൾ കഴിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ മരുന്നിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇവിടെ വരുന്ന 10, 20 അല്ലെങ്കിൽ 30 മരുന്നൊക്കെ ഡെയിലി കഴിക്കുന്ന ആൾക്കാരാണ് വരുന്നത്. അത് ഒരു മാനേജ്മെന്റാണ്. പക്ഷെ റിവേഴ്സൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. റിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്ന് നിർത്തുകയാണ്. മരുന്ന് ഇല്ലാതെ നമ്മൾ ഡയബറ്റീസ് മാറ്റുകയാണ്. ഒരു മരുന്നോ സപ്ലിമെന്റോ ഒന്നുമില്ല, വീട്ടിലുള്ള ഭക്ഷണ രീതികളും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് തന്നെ നമ്മൾ ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറ്റുന്നു. പിന്നീട് ഈ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ഈവൻ മധുരം കഴിച്ചാൽ പോലും ഷുഗർ കൂടത്തില്ല, നോർമൽ ലെവലിൽ നിൽക്കും. അപ്പം അതാണല്ലോ ഡയബറ്റീസ് മാറിയെന്ന് എങ്കിലല്ലേ പറയാൻ പറ്റും. അതുപോലെ ഡയബറ്റീസുമായിട്ട് അനുബന്ധ രോഗങ്ങൾ, അതായത് ബ്ലഡ് പ്രഷർ കൂടുക, കൊളസ്ട്രോൾ കൂടുക, നമുക്ക് ബോഡി പെയിൻസ് വരിക, ന്യൂറോപ്പതി പ്രോബ്ലംസ്, ഇങ്ങനെ അനേകം അസോസിയേറ്റഡ് ഡിസീസസും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇതിനോടൊപ്പം തന്നെ മാറിക്കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ ഇല്ല. ഫാറ്റി ലിവർ മാറുന്നു, ലിവർ സൈസ് ചെറുതാവുന്നു, പ്രോസ്റ്റേറ്റിന്റെ സൈസ് കുറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് മാറുന്നു. പിന്നെ അതിന്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പ്രഷറും ബ്ലഡ് പ്രഷറും നോക്കുമ്പോൾ നോർമൽ ലെവലിൽ നിൽക്കുന്നു, പിന്നെ മരുന്ന് എന്തിനാ? ഡോപ്ലർ സ്കാൻ ചെയ്തെടുത്ത് നോക്കിയാൽ ബ്ലഡ് വെസൽസ് ഒക്കെ, ആ പ്ലേക്സ് ഒക്കെ മാറി, ഹ്യൂമൻ വലുതായി, നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നു, സ്കിന്നിന്റെ കളർ മാറുന്നു, കാലിലെ വേദന മാറുന്നു, മരവിപ്പ് മാറുന്നു, പിന്നെന്തിനാ മരുന്ന്? അങ്ങനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് മാറിക്കിട്ടും, അസോസിയേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ മാറിക്കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന റിവേഴ്സൽ പ്രോഗ്രാം. അപ്പോൾ റിവേഴ്സൽ പ്രോഗ്രാമിനെ കുറിച്ച് ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. 1 വർഷം കൊണ്ട് മരുന്നും സപ്ലിമെന്റ്സും ഒന്നും ഇല്ലാതെ വളരെ ചെറിയ ചെലവിൽ നമുക്ക് മാറ്റാൻ പറ്റും, വീട്ടിലിരുന്ന് തന്നെ മാറ്റാം. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ ഡോക്ടേഴ്സിനെ ഒന്നും മാറ്റേണ്ട. നമ്മളുടെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻഡോക്രൈനോളജിസ്റ്റുകളോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളെയൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അവരെയൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുക തന്നെ വേണം, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അസുഖങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുമ്പോൾ അവർ തന്നെ മരുന്നുകൾ നിർത്തുകയും, അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സിൽ നമ്മളുടെ ഹെൽത്തി ആണെന്ന് നമുക്ക് കാണാനും പറ്റും, നമുക്ക് അറിയാനും പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. നേരത്തെ 5 കിലോമീറ്റർ നടന്നാൽ ആൾക്ക് ഇപ്പോൾ 1 കിലോമീറ്റർ നടക്കുമ്പോൾ കിതയ്ക്കുന്നു, അല്ലേ? ഡയബറ്റീസ് മരുന്ന് കഴിച്ചിട്ടും. പക്ഷെ ഡയബറ്റീസ് മാറിക്കഴിയുമ്പോൾ, നമ്മളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ വീണ്ടും 5 കിലോമീറ്റർ നമുക്ക് കിതപ്പില്ലാതെ നടക്കാനും ഓടാനും ഒക്കെ പറ്റും. അപ്പം നമ്മളുടെ എബിലിറ്റി കൂടുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തു, നമ്മുടെ മെമ്മറി പവർ കൂടുന്നു, നല്ല ഉറക്കം കിട്ടുന്നു, മരുന്ന് കഴിക്കാതെ ഉറങ്ങാൻ പറ്റുന്നു, റിക്കറൻ്റ് ആയിട്ടുള്ള വേദനകളും ജോയിന്റ് പെയിൻസും മാറുന്നു, നേരത്തെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പൊ സുഖമായിട്ട് മുട്ടുമടക്കി ഇരിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ സയൻസ് അല്ലേ? സയൻസ് അല്ലേ? നമ്മളെ ഹെൽത്തിന്റെ സയൻസ് ആണ്. അപ്പൊ ഇത് അത്ര എളുപ്പമല്ല. ഈ റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ റിവേഴ്സൽ പ്രോഗ്രാമുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരും ഓൾറെഡി ഏതെങ്കിലും റിവേഴ്സൽ പ്രോഗ്രാമിൽ ചേർന്നിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതിൽ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ റിവേഴ്സൽ പ്രോഗ്രാമിൽ ചേർന്നത് കൊണ്ട് മാത്രം ആയില്ല. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൊച്ചു നിങ്ങളുടെ വിജയങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ റിവേഴ്സൽ പ്രോഗ്രാം ചെല്ലുമ്പോൾ അവർ പറയും, നിങ്ങളിപ്പോൾ രാത്രി 6 മണിക്ക് ശേഷം കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ഇന്ന കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം, ഡയറി പ്രോഡക്ട്സ് റെസ്ട്രിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കഴിക്കരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർട്ടിക്കുലർ അലർജി ഉള്ള ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ അത്
ഇത്ര കാലത്തേക്ക് ഒഴിവാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് റെഗുലർ ആവുന്നതിന്, ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ മോശമായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊഴുപ്പുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ ലിവർ പാരാമീറ്റേഴ്സ് ഒക്കെ നോർമൽ ആവുന്നവരെ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ രാത്രി ഉള്ള ഭക്ഷണം ഒഴിവാക്കാൻ പറ്റിയാൽ അതൊരു വലിയ വിജയമാണ്. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള 90% പേർക്കും പറ്റാത്ത കാര്യമാണ് നിങ്ങൾ അച്ചീവ് ചെയ്തത്. അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങൾ പടക്കം പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു വിജയവും സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. അത് റിവേഴ്സൽ പാത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വളരെ 10-20 കൊല്ലം കൊണ്ട് വന്ന ഒരു അസുഖത്തെ നിങ്ങൾ 10-12 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ അതിനെ തൂത്തെറിയാൻ പോവാണ് നിങ്ങളുടെ ശരീരത്തിൽ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന സാക്രിഫൈസ്, നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ, ബോൾഡായിട്ടുള്ള സ്റ്റെപ്പുകൾ, അത് നിങ്ങളുടെ വിജയമാണ്. അപ്പോൾ അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ മസ്റ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ചോയ്സ്, ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് പോയി, അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന ഫുഡ് അല്ല അവിടെ ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി കഴിക്കരുത്. ആ കഴിക്കാതെ തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ പോയി പടക്കം വയ്ക്കണം, പൊട്ടിക്കണം. കാരണം നിങ്ങൾ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ചെയ്തത്. നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക അതിനെക്കുറിച്ച്. നിങ്ങൾ 10 പേർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, ഞാൻ ഇതൊരു അച്ചീവ്മെന്റ്, എനിക്കൊരു അച്ചീവ്മെന്റ്, എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. നിങ്ങളുടെ ചുറ്റുമുള്ള 90% ആൾക്കാർക്കും പറ്റാത്ത ഒരു അച്ചീവ്മെന്റ് ആണ്. അതുപോലെ നിങ്ങളുടെ ഓരോ പ്രോഗ്രസ്സും നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുക, റിഫ്ലക്ട് അപ്പോൺ യുവേഴ്സെൽഫ്. നിങ്ങളുടെ ഓരോ റെഗുലർ, നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1 കിലോമീറ്റർ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിതപ്പ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ 2 കിലോമീറ്റർ നടന്ന് അനായാസം നടക്കാൻ പറ്റും. അതൊരു പ്രോഗ്രസ്സാണ്. നിങ്ങൾക്ക് രാത്രി 10 തവണ ഉറക്കത്തിലും രാത്രി മൂത്രം ഒഴിക്കണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ രാത്രി 6 തവണ ഒഴിച്ചോളൂ. അതൊരു അച്ചീവ്മെന്റ് ആണ്. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് 1 തവണയെ മൂത്രം ഒഴിക്കേണ്ടി വന്നുള്ളൂ. അച്ചീവ്മെന്റ് ആണ്. വിത്തൗട്ട് മെഡിസിൻസ്. മരുന്ന് പ്രോസ്റ്റേറ്റിന് അസുഖമുള്ളവരുടെ കാര്യമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. ഡയബറ്റീസ് കൂടി ഇരുന്നാലും മിക്കവാറും ഇവിടെ തുടക്കത്തിൽ വരുന്നവർക്കൊക്കെ 6 തവണയൊക്കെ മൂത്രം ഒഴിക്കണം. അപ്പോൾ സ്ലീപ്പിനെയൊക്കെ ബാധിക്കും. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. അപ്പോൾ അടുത്ത ദിവസം നല്ല ഉണർവുണ്ടാവും, എനർജി ഉണ്ടാവും. ഇതെല്ലാം അച്ചീവ്മെന്റ്സ് ആണ്. ഇതെല്ലാം നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളൊരു റിവേഴ്സൽ പ്രോഗ്രാം സെന്ററിൽ ഒരു പ്രോഗ്രാമിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കൂടെ ആ റിവേഴ്സൽ സെന്റർ നിങ്ങൾക്ക് ആ അസുഖം മാറുന്നവരെ ഉണ്ടാവും, രാവും പകലും ഉണ്ടാവും. പിന്നെ നിങ്ങൾ എപ്പോഴും സെൽഫ് റിലയൻ്റ് ആവാൻ ശ്രമിക്കണം. നിങ്ങൾ ഇപ്പം തുടക്കത്തിൽ നിങ്ങൾ വരുമ്പോൾ ഒരു റിവേഴ്സൽ സെന്ററിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ കാണും. പക്ഷെ അവർക്ക് എന്നും നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, എപ്പോഴും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആവും. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ തനിച്ച് ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുക, അപ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുക. ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് കിട്ടത്തില്ല. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ 6 മണിക്കുള്ള ശേഷമുള്ള ഫുഡ് കട്ട് ചെയ്തു, അടുത്ത ദിവസം നിങ്ങൾ ഡയറി പ്രൊഡക്ട്സ് കട്ട് ചെയ്യുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ആ അച്ചീവ്മെന്റ് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാം നിങ്ങളുടെ ഓരോ എഫേർട്ടും നിങ്ങളുടെ റിവേഴ്സലില് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് മൈൽ സ്റ്റോൺ ആണ്. അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക. ബി പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ്. അല്ലാതെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും അവിടെ വരാൻ പാടില്ല. എനിക്ക് എൻ്റെ എല്ലാം പോയി, എൻ്റെ ശരീരം എല്ലാം പോയി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ല, എനിക്ക് ഇത്രയും വയസ്സായി, ഇനി ഞാൻ കുഴിയിലോട്ട് പൊക്കോളാം, ഇനിയിപ്പോൾ എനിക്ക് റിവേഴ്സൽ ഒന്നും വേണ്ട. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റുക. 10 ദിവസം നിങ്ങൾക്ക് ഡയബറ്റീസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആ 10 ദിവസം നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഡേയ്സ് ആയിരിക്കും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ICU യൂണിറ്റിൽ ആരെയും കാണാതെ മരിക്കുന്നതിനേക്കാളും സുഖമായിട്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരു പെയിൻ ഇല്ലാതെ ഒരു കേക്ക് വാക്ക് പോലെ നിങ്ങൾക്ക് മരണത്തെ ഫേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കൽ ജനിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മരണമുണ്ട്. ഒരു ദിവസം എന്തായാലും മരിച്ചേ പറ്റും, എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ആ മരണം ഒരു കേക്ക് വാക്കാക്കാൻ പറ്റും, ഒരു പെയിൻലെസ് ആയിട്ട്, നമ്മൾ പോലും അറിയാത്ത വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ശരീരം വിട്ടു പോകാൻ പറ്റും. അതിനും ഈ റിവേഴ്സൽ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ ഇൻഫോംഡ് ആൻഡ് എംപവർ. കാരണം നോളജ് ഈസ് പവർ. നമുക്ക് നോളജ് വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല, ആ നോളജ് നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എല്ലാത്തിനെ കുറിച്ചും അറിയണം. ഈ ഡയബറ്റീസ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഈ മരുന്നുകൾ, നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഈ മരുന്ന് നമ്മൾ റിവേഴ്സൽ സെന്ററുകളിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അറിയണം, അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഈ ഇന്ന ഫുഡ് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്, കഴിക്കാതിരുന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ്, അപ്പോൾ ഒരു എക്സസൈസ് ഞാൻ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി, ഇപ്പോഴും എനിക്ക് എന്തൊക്കെ റിലീഫ് കിട്ടി, ഇതെല്ലാം നോട്ട് ചെയ്യണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ചൊക്കെ അറിയണം. എന്തുകൊണ്ടാണ് എനിക്ക് ആ റിലീഫ് കിട്ടിയത്? ചുമ്മാ ബ്ലൈൻഡ് അല്ല, നമ്മൾ ബ്ലൈൻഡ് ആവാൻ പാടില്ല. എനിക്കിപ്പം നേരത്തെ ചെയ്യാൻ പറ്റാത്ത കാര്യം എനിക്ക് എങ്ങനെ ഇപ്പം ചെയ്യാൻ പറ്റും? നേരത്തെ സ്കൂട്ടർ സ്റ്റാൻഡ് ഇടാൻ പ്രയാസമായിരുന്നു, ഇപ്പം എനിക്ക് നന്നായിട്ട് സ്റ്റാൻഡ് ഇടാൻ പറ്റുന്നു. അതെങ്ങനെ പറ്റുന്നു? എനിക്ക് നേരത്തെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും എതിരെ വരുന്ന വണ്ടി ഡബിളായിട്ട് കാണുമായിരുന്നു, ഇപ്പോൾ എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. എങ്ങനെ വന്നു അത്, ആ ക്ലാരിറ്റി? ഇതിനെക്കുറിച്ചൊക്കെ യു ഷുഡ് ബി ഇൻഫോംഡ്, യു ഷുഡ് ബി നോളജബിൾ. എങ്കിൽ മാത്രമേ യു ഷുഡ് ബിക്കം എംപവേർഡ്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് ഗുണമുണ്ട് എന്ന് സ്വയം തോന്നുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് വരും, എന്നിൽ തന്നെ മതിപ്പ് വരും, എനിക്കിതൊക്കെ പറ്റും എന്ന് വരും. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അതുപോലെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ റിവേഴ്സൽ സെന്ററിലെ ആ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതെന്തോ ആവട്ടെ, നിങ്ങളുടെ പിറ്റ്ഫോൾസ് ആണെങ്കിലോ, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്സ് ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെയിലിയേഴ്സ് ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മിസ് കൺസെപ്ഷൻസ് ആണെങ്കിലോ, എന്താണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് പുതുതായിട്ട് അറിയണമെങ്കിലോ, ഇതെല്ലാം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അവരുമായിട്ട് കണ്ടിന്യൂസ് ടച്ച് വയ്ക്കുക. എപ്പോഴും നിങ്ങൾ മെയിനായിട്ട് ഒരു റിവേഴ്സൽ പ്രോഗ്രാമിന് എൻറോൾ ചെയ്താൽ നിങ്ങളുടെ അപ്പോയിൻമെന്റ്സ് തെറ്റാതെ നിങ്ങൾ പോകണം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, നിങ്ങളുടെ പ്രസന്റ് സ്റ്റാറ്റസ് അറിയണം, നിങ്ങൾ തന്നെ അസസ് ചെയ്യുക, എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും കറക്റ്റ് ടൈമിൽ ചെയ്യുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിൽ എത്താൻ പറ്റും. നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ഡയബറ്റീസ്, ഫ്രീഡം ഫ്രം ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ്, ഫ്രീഡം ഫ്രം അസോസിയേറ്റഡ് ഡിസീസസ്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം, നിങ്ങളുടെ ഗോളിൽ ഫോക്കസ്ഡ് ആയിരിക്കണം, നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ഇൻഫോംഡ് ആയിരിക്കണം, നിങ്ങൾ ബ്ലൈൻഡ് ആവാൻ പാടില്ല, ഇഗ്നോറൻ്റ് ആവാൻ പാടില്ല. അപ്പം നമുക്കെല്ലാം വീഡിയോസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ്, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം കാണുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നത്. ഇത് വെറുതെ ചുമ്മാ പറയുന്നതാണോ? അപ്പം നമ്മളെല്ലാം ധരിച്ചു വെച്ചിരുന്ന ഡയബറ്റീസ് ഒരിക്കൽ വന്നാൽ മാറത്തില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇപ്പോൾ ഡോക്ടർ പറയുന്നു, അല്ലെങ്കിൽ റിവേഴ്സൽ സെന്ററിലെ ഡോക്ടർ പറയുന്നു മാറും. അത് വെറുതെ പറയുന്നതാണോ? എൻ്റെ ശരീരത്തിൽ ചേഞ്ചസ് ശരിക്കും നടക്കണുണ്ടോ? ഇതെല്ലാം യു ഷുഡ് ബി ഇൻഫോംഡ്. അപ്പം ബി ഇൻ കൺട്രോൾ അബൌട്ട് യുവർ ഹെൽത്ത്. നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. അപ്പം ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പം ഇതെല്ലാം നിങ്ങളുടെ ഹെൽത്തിലേക്കുള്ള ആ ജേണിയിലേക്ക്, അല്ലെങ്കിൽ ആ റിവേഴ്സൽ ജേണിയിലേക്ക് വളരെ സഹായിക്കും. നിങ്ങളൊരു പുതിയ പേഴ്സണായി മാറാൻ പോവുകയാണ്. നിങ്ങൾ പഴയ ഗ്രംപി, വെരി നെഗറ്റീവ്, വെരി ഡിസപ്പോയിന്റഡ്, വെരി സാഡ് പേഴ്സൺ അല്ല. നിങ്ങൾ വെരി ഹാപ്പി, വളരെ പോസിറ്റീവായിട്ട് ബാക്കിയുള്ളവരെ കൂടെ പോസിറ്റീവിലേക്ക് നയിക്കുന്ന രീതിയിലുള്ളൊരു ന്യൂ പേഴ്സണായി മാറുകയാണ്. വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങൾ മാറുകയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ചേഞ്ചസ്, ആ പോസിറ്റീവ് ചേഞ്ചസ്.
അപ്പൊ വീട്ടിലെ ഒരു അത്യാഹിതം നടന്നു, നിങ്ങൾക്ക് ഇപ്പോ ചെറിയൊരു ബ്രേക്ക് വന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ. എന്ന് വിചാരിച്ച് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവാൻ പാടില്ല. നിങ്ങൾ നിരന്തരം കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്ത് പ്രൊവൈഡറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, ഇൻഫോം ചെയ്യുക കാര്യങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ അതിനെല്ലാം അവർ ഒരു ചെറിയ ചെറിയ സൊല്യൂഷൻസ് അവർ പറയും, അത് ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും ആ റിവേഴ്സൽ സെന്ററിലേക്ക് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്സ് കറക്റ്റായിട്ട് വരിക. എന്നാൽ മാത്രമേ നിങ്ങളിപ്പോൾ പലരും ചെയ്യുന്ന ഇതൊരു കാര്യം, മരുന്നൊക്കെ ഒന്ന് മാറ്റി, ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ഒന്ന് നോർമലായി, BP ഒക്കെ ഒന്ന് നോർമലായി, നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ നോർമലായി, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഉഴപ്പാൻ തുടങ്ങും. ഇവിടെ വരുന്ന മിക്കവരും അങ്ങനെ ഉണ്ട്. കുറെ പേര്, മിക്കവരും അല്ല, ചില ആൾക്കാർ അവർ ഉഴപ്പെന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ആഴ്ചയിൽ 2 ദിവസം വരേണ്ടത് 1 ദിവസം വരും, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലാക്കും, 100 കാര്യങ്ങൾ പറയും. അപ്പം നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മളെ അവർക്ക് കൈപിടിച്ച് ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ ഫാസ്റ്റായിട്ട്. അതായത് 10-20 കൊല്ലം കൊണ്ട് വന്ന ഡെവലപ്പ് ചെയ്ത അസുഖമാണ് നമ്മൾ 1 വർഷം കൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത്രയും വിജിലായിട്ട് നിന്നാലേ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗോളിൽ ഒരു ഫോക്കസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ പ്രശ്നങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ, ഒരുപാട് തരം, പ്രൊഫഷണലിൽ വരാം, നമ്മളുടെ ഫാമിലിയിൽ വരാം, ഒരുപാട്, ഇപ്പൊ പനി വരാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഈ പ്രശ്നങ്ങളൊക്കെ വന്നാലും നമുക്ക് നമ്മളെ ഗോൾ എപ്പോഴും നമ്മളുടെ ഫ്രീഡം ഫ്രം ഡയബറ്റീസ് അതായിരിക്കണം. അപ്പം ആ ഗോളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വിടാൻ പാടില്ല ഗോള്. അത് നമ്മൾ കൊച്ചു കൊച്ചു ഗോൾസ് ആക്കി മാറ്റുക. 5 കിലോമീറ്റർ വീണ്ടും നടക്കുക, അതൊരു ചെറിയ ഗോളാണ്. പിന്നെ രാത്രി കിടക്കുമ്പോൾ കാലുവേദന വരിക, ആ കാലുവേദന മാറ്റുന്ന ഒരു ചെറിയ ഗോളാണ്. മാറി കഴിയുമ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്തു. നിങ്ങൾക്ക് രാത്രി ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് മൂത്രം ഒഴിക്കാൻ പോയി ഉറക്കം പറ്റുന്നില്ല, നല്ല ഉറക്കം കിട്ടണം, രാത്രി മൂത്രം ഒഴിക്കാതിരിക്കാൻ പറ്റണം, അതൊരു ഗോളാണ്. ചെറിയ ഗോള്, ഇതിന്റെ ജേർണിയിലുള്ള ചെറിയ ചെറിയ ഗോൾസ്. ആഹാരം കഴിച്ചിടം വയറ് കമ്പിച്ചു വരുന്നു, വയറ് അസ്വസ്ഥത, മലം പോകുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ, അത് മാറണം. അത് മാറിക്കഴിഞ്ഞാൽ ഒരു ഗോളാണ്. ഇതേപോലെ നിങ്ങളുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യണം, BP കുറയ്ക്കണം, മരുന്നില്ലാതെ, മരുന്നിന്റെ ഡോസേജുകൾ കുറഞ്ഞു വരണം, മരുന്നിൽ നിന്ന് എനിക്ക് ഫ്രീഡം വേണം, എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് എല്ലാം കറക്റ്റ് ആവണം, സ്കാൻ റിപ്പോർട്ട് ഇപ്പോൾ നോർമൽ ആവണം, ലിവറിന്റെ സൈസ് കുറയണം, ഫാറ്റി ലിവർ കുറയണം, ഗാൾ സ്റ്റോൺ പോകണം, കിഡ്നി സ്റ്റോൺ പോകണം, പോളിപ്പ് പോകണം, കിഡ്നിയിൽ വരുന്ന സിസ്റ്റുകൾ പോകണം. ഇതെല്ലാം നമ്മുടെ കൊച്ചു കൊച്ചു ഗോൾസാണ്. പക്ഷെ ഈ ഗോൾ നമ്മുടെ മൈൻഡിൽ വേണം. എന്നിട്ട് ഓരോ ഗോളും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അത് നമ്മൾ എഴുതിയിടണം. ജേർണലിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഡയറി, ഒരു IDRPയുടെ ഇതുപോലുള്ള സെന്ററിൽ ജോയിൻ ചെയ്താൽ നിങ്ങളൊരു ഡയറി ഓപ്പൺ ചെയ്യുക, അതിൽ ഇങ്ങനെ എഴുതി വെക്കുക ഓരോ ആഴ്ചയും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് എന്താണ്. ഇത് ജേർണലിങ്, അതെല്ലാം നിങ്ങളുടെ അച്ചീവ്മെന്റ് ആണ്, നിങ്ങളുടെ സെൽഫ് അച്ചീവ്മെന്റ് ആണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റെബിലിറ്റി, വിൽ പവർ, അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഭാര്യ, മക്കള്, ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, അവരെല്ലാം നിങ്ങളെ വളരെ അതിശയത്തോടെ നോക്കും, റെസ്പെക്റ്റോടു കൂടി നോക്കും നിങ്ങൾ ഈ ഓരോ അച്ചീവ്മെന്റ്സും. അപ്പം അത് നിങ്ങളുടെ സ്വന്തം അച്ചീവ്മെന്റ് ആണ്. അപ്പം നിങ്ങൾ യു ഷുഡ് ബിക്കം പ്രൗഡ് ഓഫ് അബൌട്ട് യുവേഴ്സ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ജേർണൽ വെക്കുക. അപ്പൊ ഈ ഫോക്കസ് ഓൺ ഗോൾസ് ആണ് 3rd പോയിന്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലരും ഇവിടെ വരുന്ന ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, അവർ വിചാരിക്കുന്ന ഒരു സ്പ്രിന്റ് ആണ്. അതായത് 100 മീറ്റർ സ്പ്രിന്റ് അറിയുന്നു, 100 മീറ്റർ സ്പ്രിന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് 4 സെക്കൻഡ് 5 സെക്കൻഡ്സ് കൊണ്ടാണ് ഓടിയെടുക്കുന്നത്. ഇത് സ്പ്രിന്റ് അല്ല, ഇത് വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു അസുഖത്തെ നമ്മൾ മാറ്റുകയാണ്. ഇതൊരു മാരത്തോണാണ്, 10 കിലോമീറ്ററിന്റെ മാരത്തോണാണ് എന്ന് വിചാരിച്ചത് അൺലിമിറ്റഡ് അല്ല. നമ്മൾ വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, 12 മന്ത്സ് കൊണ്ട് അല്ലെങ്കിൽ 18 മന്ത്സ് കൊണ്ട് നമ്മളിത് മാറ്റുകയാണ്. അപ്പൊ ഇത് മാരത്തോണാണ്. എന്താണ് ഡിഫറൻസ്? ഒരു സ്പ്രിന്റർ മാരത്തോൺ ഓടുന്ന ഒരാളുമായിട്ടുള്ള ഡിഫറൻസ് മെയിൻ എന്തുവാ എല്ലാവർക്കും അറിയാം. ഒരു മാരത്തോൺ ഓടുന്ന ആളുടെ അടുത്ത് ചോദിച്ചറിയാം, അയാൾക്ക് ഏറ്റവും വേണ്ടത് സ്റ്റാമിനയാണ്. ലോങ് ടേം ഓടണമെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാമിന വേണം. ഈ മാരത്തോൺ ഓടുന്ന ആൾക്കാരടുത്ത് ചോദിച്ചാൽ അറിയാം അവരെന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കും. ഈ മാരത്തോണിന് ഒരു 6 മാസം മുമ്പ് തന്നെ അവരുടെ ആഹാരത്തിൽ വ്യത്യാസം വരുത്തും,
ഡെയിലി എക്സസൈസ് പാറ്റേണിൽ വ്യത്യാസം വരുത്തും, അവരുടെ ഉറക്കത്തിൽ വ്യത്യാസം വരുത്തും, അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ ഒരു സാക്രിഫൈസ് ചെയ്യും, ഒരു ഹെൽത്തി ലൈഫിലേക്ക് മാറ്റും. സ്മോക്കർ ആണെങ്കിൽ സ്മോക്കിംഗ് നിർത്തും, സകലതും ചെയ്യും. കാരണം അവരുടെ ഗോൾ എന്ന് പറയുന്നത് മാരത്തോൺ വിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നല്ല സ്റ്റാമിന വേണം. അപ്പൊ ആ സ്റ്റാമിന നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പറേഷനും അതുപോലെ ആയിരിക്കണം. അപ്പം നമ്മൾ ഓർക്കുക, ഡയബറ്റീസ് റിവേഴ്സൽ, ഫ്രീഡം ഫ്രം ഡയബറ്റീസ് ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങളൊരു മാരത്തോണിനാണ് കയറിയിരിക്കുന്നത്. അപ്പം അതിനുള്ള സ്റ്റാമിന ബിൽഡപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് സെറ്റ് ബാക്സ് വരും, എല്ലാവർക്കും സെറ്റ് ബാക്സ് വരും, അല്ലെങ്കിൽ വീഴ്ചകൾ വരും, ബ്രേക്കുകൾ വരും. അതൊന്നും ഒരു വിഷയമല്ല. കാരണം ബ്രേക്കുകൾ അത് ഹ്യൂമൻ നേച്ചറാണ്. ഈ ബ്രേക്ക് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മളെ പോലുള്ള ഡയബറ്റീസ് റിവേഴ്സൽ സെന്ററുകാർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, വീണ്ടും നിങ്ങളെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരിക. ഓരോ ദിവസവും ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്, പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ ദിവസം പോയി, ദാറ്റ് ഈസ് പാസ്റ്റ്, ഇറ്റ്സ് എ ക്യാൻസൽഡ് ചെക്ക്, ഒരു വാല്യൂ ഇല്ല. ഇന്നത്തെ ദിവസം പുതിയതാണ്, അത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പഴയതൊക്കെ മറക്കുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും 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 വീഴും, വീണ്ടും വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും ഓടുക. അങ്ങനെ 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 നിങ്ങൾ ഈ റിവേഴ്സൽ ജേണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. വിതിൻ 1 ഇയർ, ഒരു 10 വർഷത്തിന് ഇപ്പുറമൊക്കെയാണ് ഡയബറ്റീസ് വന്നെങ്കിൽ വിതിൻ 1 ഇയർ നിങ്ങൾക്ക് മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. നിങ്ങൾ ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം പക്ക നോർമലാവും, നിങ്ങൾ പെർഫെക്റ്റ്ലി ഹെൽത്തി ആവും, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ റീജുവനേറ്റഡ് ആവും, ഒരു പുതിയ പേഴ്സണായി മാറും, യങ് പേഴ്സൺ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള 3 ടിപ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇടുന്നതാണ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.